അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. ചെറുതുരുത്തിയിൽ ഓട്ടോറിക്ഷയിൽ കടയിലേക്ക് പോകുന്നതിനിടെ 3.5 വയസ്സായ പെൺകുട്ടിയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്നിന് സമീപം താമസിക്കുന്ന കൂരാട്ടുതൊടി വീട്ടിൽ അയൂബിന്റെ മകളുടെ കുട്ടിയുടെ കഴുത്തിൽ ധരിച്ചിരുന്ന മാലയാണ് നഷ്ടമായത്. സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 4:30 സംഭവം. വീടിന്റെ സമീപത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി ചെറുതുരുത്തി ടൗണിലെത്തിയതായിരുന്നു കുടുംബം. തുടർന്ന് ഇവിടെയുള്ള ഒരു തുണിക്കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ കുട്ടി പലരുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. ഈ കടയിൽ നിന്നും ഇറങ്ങി തിരിച്ചു വേറൊരു കടയിലേക്ക് പോകുന്നതിനിടെയാണ് കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണ ചെയിൻ നഷ്ടപ്പെട്ട വിവരം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഇവർ തുണിക്കടയിലും പരിസരങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം തുണിക്കടയിലെയും ടൗണിലെയും വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മാല കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് ബന്ധുക്കളും പോലീസും അഭ്യർത്ഥിച്ചു. ഇന്നലെ ഞായറാഴ്ച എൻ്റെ ഭാര്യയും മകളും മകളുടെ കുട്ടിയും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഡ്രസ്സ് എടുക്കണ കടയിലെത്തി. അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നോക്കുന്ന സമയത്ത് 3.5 വയസ്സുള്ള എൻ്റെ മകളുടെ കുട്ടിയുടെ 1 പവൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സഹകരിക്കുക എന്നോട്. You are watching VCV News.